ഈശോമിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14 അധ്യായം 15 വാക്യം ഇപ്രകാരമാണ്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ശ്രീകാലം 7-ാം ഞായറാഴ്ചത്തെ സുവിശേഷ വായനയുടെ ആരംഭം ഇങ്ങനെയാണ്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് മറ്റൊരുവൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്നുള്ളത്, അനുസരിക്കുക എന്നുള്ളത്. കാരണം ഓരോരുത്തരുടെയും അസ്തിത്വം എന്ന് പറയുന്നത് അവൻ്റെ ചിന്തകളും അവൻ്റെ തീരുമാനങ്ങളും അവൻ്റെ ബോധ്യങ്ങളുമാണ്. അവിടെ എങ്ങനെയാണ് മറ്റൊരുവൻ്റെ കൽപ്പന അനുസരിക്കുക എന്നത് അർത്ഥപൂർണമാവുക? നമ്മളെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ വാചകം തൻ്റെ ജീവിതത്തിൽ അക്ഷരം പ്രതി പാലിച്ചവനാണ്. പിതാവായ ദൈവത്തെ ഈശോ പൂർണ്ണമായി സ്നേഹിച്ചതുകൊണ്ട് പിതാവായ ദൈവത്തെ പൂർണ്ണമായി അവൻ അനുസരിച്ചു. അതെ, അവൻ കുരിശുമരണത്തോളം പിതാവിനെ അനുസരിച്ചു. നമ്മുടെ അനുദിന ജീവിതത്തിൽ, കുടുംബത്തിൽ, സന്യാസ സമൂഹങ്ങളിൽ, രൂപതാ സാഹചര്യങ്ങളിൽ ഒക്കെ നമുക്കെല്ലാവർക്കും വന്നുകൂടുന്നൊരു വലിയ പ്രശ്നമാണ് വിധേയപ്പെടുക, അനുസരിക്കുക, കൽപ്പനകൾ പാലിക്കുക എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ നാം മാമോദിസ സ്വീകരിച്ചവരും സന്യാസ വ്രതവാഗ്ദാനം നടത്തിയവരും തിരുപ്പട്ടം സ്വീകരിച്ചവരും ഒക്കെയാണ്. എല്ലാ കൂദാശകളുടെയും വ്രതവാഗ്ദാനങ്ങളുടെയും അടിസ്ഥാനം മറ്റൊന്നുമല്ല, ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ്. നാം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നാം ക്രിസ്തുവിനെ അനുസരിക്കുന്നു, ക്രിസ്തു പിതാവിനെ അനുസരിച്ചതുപോലെ. നമ്മൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അനുസരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സഭയുടെ തലത്തിലായാലും സന്യാസത്തിൻ്റെ തലത്തിലായാലും ഇന്ന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുസരിക്കുക എന്ന് പറയുന്നതിലാണ്. നമ്മളൊന്ന് നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. നാം സത്യത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, നാം സത്യത്തിൽ പിതാവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നാം സുവിശേഷം അനുസരിക്കുവാൻ കടപ്പെട്ടവരല്ലേ? നാം സുവിശേഷം അനുസരിക്കാൻ കടപ്പെട്ടവരാണ് എന്ന് നമുക്കൊരു ബോധ്യമുണ്ടാകണം. കാരണം നാം നമ്മളുടേതായ സ്വതന്ത്ര സ്ഥിതിയോടുകൂടെയാണ് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഈ വിധേയപ്പെടൽ അനിവാര്യമാണ്. ഈശോ പിതാവിനോട് വിധേയപ്പെട്ടത് കൊണ്ടാണ് പിതാവിനോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ അവൻ ശൂന്യനായി മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ചു എന്ന് പറയുക. ഒരു മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ചതുകൊണ്ട് അവസാനിച്ചില്ല, അവൻ കുരിശിലേറി അവൻ മരണത്തിനും വിധേയനായി. അത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനാണ്. ഒരു ക്രൈസ്തവൻ്റെ അടിസ്ഥാന ദൗത്യം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട്, ഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഒരു സന്യാസിയുടെയും ഒരു വൈദികൻ്റെയും കടമയും മറ്റൊന്നുമല്ല. അവൻ ദൈവത്തെ അനുസരിക്കുന്നവനും സഭയെ അനുസരിക്കുന്നവനും ആയി തീരേണ്ടതുണ്ട്. ഇവിടെ അനുസരണമില്ലാതെ പോകുന്നുവോ അവിടെ വിധേയത്വമില്ലാതെ പോകുന്നു, അവിടെ വളർച്ചയില്ലാതെ പോകുന്നു, അവിടെ മറുതലിക്കലും ഭിന്നതകളും മാത്രമാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യ, ഭാര്യയെ മനസ്സിലാക്കാത്ത ഭർത്താവ്, പരസ്പരം വിധേയപ്പെടാതെ ജീവിക്കുന്നവർ, അവർക്ക് എങ്ങനെയാണ് മക്കളോട് അനുസരണം ആവശ്യപ്പെടാൻ കഴിയുക? ഒരിക്കലും സാധ്യമല്ല. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ, മാതാപിതാക്കൾ മക്കളോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ, സഭയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ, സമൂഹത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് സമൂഹം നല്ലൊരു സമൂഹമായിട്ട് മാറുക. അതാണ് നമ്മൾ സമൂഹത്തിലെ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടെത്തേണ്ട വലിയൊരു യാഥാർത്ഥ്യം. വിധേയപ്പെടുക എന്നാൽ ശൂന്യമാകലാണ്. ശൂന്യമാകാതെ നമുക്ക് ആരോടും വിധേയപ്പെടാൻ കഴിയുകയില്ല. ഈശോ ശൂന്യമാക്കിയത്, തന്നെ ശൂന്യമാക്കിയത് പിതാവിനോട് വിധേയപ്പെടാനാണ്, പിതാവിനോടുള്ള അനുസരണം പ്രകടിപ്പിക്കാനാണ്. അതെ, ശൂന്യമാകാൻ കഴിയണം.
എൻ്റെ സ്വാർത്ഥതയും എൻ്റെ അഹങ്കാരവും എൻ്റെ തൻപോരുമയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനാണ് വന്നിരിക്കുന്നത്, ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. എന്നാൽ മാത്രമേ നാം യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഈശോ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കുമെന്ന്. ഇതൊരു ശൂന്യമാകലാണ്, ഇതൊരു വിട്ടുകൊടുക്കലാണ്, ഇതൊരു സമ്പൂർണ്ണ സമർപ്പണമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ സമർപ്പണമെല്ലാം വാക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. നമ്മുടെ സമർപ്പണമെല്ലാം വെറും ആഘോഷങ്ങളിൽ മാത്രം മുഴങ്ങി നിൽക്കുന്നു. പട്ടം കിട്ടുമ്പോഴുള്ള ഒരു സമർപ്പണം, വ്രതവാഗ്ദാനം നടത്തുമ്പോഴുള്ള ഒരു സമർപ്പണം, അതിനപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ അനുദിനങ്ങളിൽ നാം യഥാർത്ഥത്തിൽ സമർപ്പണം നടത്തുന്നുണ്ടോ, അനുസരണം കാണിക്കുന്നുണ്ടോ, വിധേയപ്പെടുന്നുണ്ടോ? ഒരു വലിയ ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നാം ഈ വിധേയപ്പെടലിനും ഈ അനുസരണത്തിനും ശൂന്യമാകലിനും തയ്യാറാണെന്ന് പറയുകയാണ്. പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വിധേയപ്പെടുന്നുണ്ടോ, നാം അനുസരിക്കുന്നുണ്ടോ, നാം നമ്മെ തന്നെ ശൂന്യമാക്കുന്നുണ്ടോ? നമ്മളോട് തന്നെ നാം ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യമാണ്. ഇന്നിൻ്റെ പ്രസക്തി ക്രിസ്തുവിനോട് വിധേയപ്പെടലാണ്, ക്രിസ്തുവിനെ അനുസരിക്കലാണ്. ക്രിസ്തുവിനെ നാം സ്നേഹിക്കുന്നുവെന്ന്, ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ ക്രിസ്തുവിനെ അനുസരിക്കേണ്ടവരാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എങ്കിലേ നമ്മുടെ പൗരോഹിത്യത്തിനും നമ്മുടെ വ്രതവാഗ്ദാനത്തിനും മാമോദിസായിൽ നമ്മൾ നടത്തിയ സമർപ്പണത്തിനുമൊക്കെ അർത്ഥമുണ്ടാവുകയുള്ളൂ എന്ന് ഓരോ ക്രിസ്ത്യാനിയും തിരിച്ചറിയേണ്ട സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമുക്ക് ഈശോയെ സ്നേഹിക്കാം, പിതാവായ ദൈവത്തെ സ്നേഹിക്കാം. കാരണം നാം അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ കൽപ്പനകൾ പാലിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, സഭയുടെ കൽപ്പനകൾ പാലിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, സുവിശേഷാത്മകമായി ജീവിക്കാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. സ്നേഹമുള്ളവരെ, നമുക്ക് ഈശോയെ സ്നേഹിക്കുന്നവരാകാം, ദൈവത്തെ സ്നേഹിക്കുന്നവരാകാം, സഭയെ സ്നേഹിക്കുന്നവരാകാം. ദൈവത്തിനോടും സഭയോടും സമൂഹത്തിനോടും വിധേയപ്പെട്ടുകൊണ്ട് സന്യാസത്തിൻ്റെ വ്രതവാഗ്ദാനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, പൗരോഹിത്യത്തിൻ്റെ വാഗ്ദാനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിനെ സാക്ഷ്യം കൊടുക്കുന്നവരായിട്ട് നമുക്ക് മാറാം. അതിനായി നമുക്ക് പരിശ്രമിക്കാം, നമ്മളെ തന്നെ ശൂന്യമാക്കാം. നമ്മുടെ അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും കെട്ടുപടലങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ശൂന്യമാക്കിക്കൊണ്ട് മറ്റൊരു സൃഷ്ടിയാകാം, മറ്റൊരു ക്രിസ്തുവാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.